പിതാവും പുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ ശ്രമിക്കാൻ. ഹെബ്രായർക്കാർക്കുള്ള ലേഖനം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗീയ വിളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ, നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിന്റെ അപ്പസ്തല ശ്രേഷ്ഠനും പുരോഹിതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുവിൻ. മോശ ദൈവത്തിന്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു. യേശു മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു. വീട് പണിതവൻ വീടിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് പോലെ തന്നെ ഓരോ വീടിനും നിർമ്മാതാവുണ്ടല്ലോ, എന്നാൽ സർവ്വത്തിന്റെയും നിർമ്മാതാവ് ദൈവമാണ്. പറയപ്പെടാനിരിക്കുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിന് ദൈവത്തിന്റെ ഭവനം മുഴുവനിലും മോശ ഭൃത്യനെ പോലെ വിശ്വസ്തനായിരുന്നു. ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ്. ആത്മധൈര്യവും പ്രത്യാശയുമുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. മറിയം അവിടുത്തെ ശിരസിൽ സുന്ദരം പൂശിയപ്പോൾ അവനും പ്രസവിച്ച കൃത്യമായ പരിമള ഈ ഉപകരുടെ കൽമറാകട്ടെ. പത്ത് ബഹുമാനത്തിന് നഗരങ്ങളുടെയും പാപങ്ങളുടെയും മോചനത്തിനുമായി ഈ ഉപ ഞങ്ങൾ സമർപ്പിക്കുന്നു. സുതരെയും നിത്യമായി ഭവിച്ചിടട്ടെ. നമുക്ക് സദാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. നിരാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ ഈശോ അവരോട് പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയും മനുഷ്യനെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു യാഗത്തിവൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്തില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവൾ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തുന്നു. കർത്താവ് പറഞ്ഞു, നിഗ്രഹിതനായ ന്യായാധിപൻ വന്നതെന്ന് ശ്രദ്ധിക്കുകയും അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടെ നിന്ന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ?